ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും അതോടൊപ്പം തന്നെ ഇ ഡിയും പറയുന്നത്. നിലവിൽ ഇപ്പോൾ അന്വേഷണം ഈ CPM പ്രവർത്തകരിൽ നിന്ന് നേരെ CPM നേതാക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് SITയുടെ ഒരു നീക്കം. അതുമായി ബന്ധപ്പെട്ട് ഈ CPM നേതാക്കളുടെ ഫോൺ രേഖകൾ അടക്കം പരിശോധിക്കാനാണ് SIT ഇപ്പോൾ ഒരു നിർണായകമായ ഒരു നീക്കം നടത്തുന്നത്. അതായത് വഴുതക്കാടുള്ള പിണറായി വിജയന്റെ വാടക വീട്ടിലെ വസതിയിൽ രാവിലെ 6 മണിയോടുകൂടി ഇ ഡി എത്തുന്നു. അതിനുശേഷമാണ് CPMലെ പ്രവർത്തകരെല്ലാം തന്നെ ഓരോ ഭാഗത്തു നിന്നടക്കം സംഘടിച്ച് നേരെ പിണറായി വിജയന്റെ വാടക വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് മുൻ MLA VK പ്രശാന്ത് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വി ജോയ് ഉണ്ടായിരുന്നു, അതോടൊപ്പം CPMലെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഉണ്ടായിരുന്നു, അത് MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു, പിന്നെ DYFIയിലെ A റഹീം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട CPMലെ നേതാക്കളടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവർ ഫോൺ വിളിക്കാതെ അല്ലെങ്കിൽ ഇവർ വാട്സാപ്പിൽ വഴി എന്തെങ്കിലും ഒരു സന്ദേശം അയക്കാതെ ഈ CPM പ്രവർത്തകർ പെട്ടെന്ന് സംഘടിച്ചുകൊണ്ട്, അതായത് പാറശാലയിൽ നിന്നടക്കം നെയ്യാറ്റിൻകരയിൽ നിന്നടക്കം CPM നേതാക്കൾ പെട്ടെന്ന് തന്നെ ഈ IPP അടക്കമുള്ളവർ പെട്ടെന്ന് തന്നെ ഓടിയെത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. അന്ന് തന്നെ, അതായത് ഈ സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ വാട്സാപ്പിൽ ഈ CPM പ്രവർത്തകർക്ക് ഓഡിയോ അയക്കുന്നത്, CPM ഗ്രൂപ്പിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വഴുതക്കാട് പിണറായി സഖാവിന്റെ വാടക വീട്ടിലേക്ക് വരണം, അവിടെ ഇപ്പോൾ ED റെയ്ഡ് നടക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഓഡിയോ സന്ദേശമൊക്കെ അന്ന് പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി ആ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരെയൊക്കെയാണ് ഈ CPMലെ മുതിർന്ന നേതാക്കൾ വിളിച്ചിട്ടുള്ളത് എന്നതായിരിക്കും ഇനി SITയുടെ ഒരു പരിശോധന നടക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നേതാക്കളെയും കൂടി പ്രതി പട്ടികയിൽ ചേർത്തുകൊണ്ടായിരിക്കും SIT ഒരു കുറ്റപത്രം തന്നെ കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത്. നിലവിൽ ഇപ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് അതീവ ഗുരുതരമായ ഒരു വിഷയമായി തന്നെ പരിഗണിക്കണമെന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും EDയുടെ അഭിഭാഷകനും ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് പശ്ചിമ ബംഗാളിലാണ് സമാനമായ രീതിയിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഒരു ആക്രമണം നടന്നത്. അന്ന് കേസിൽ പ്രതിയായ തൃണമൂൽ കോൺഗ്രസിലെ ഉന്നത രാഷ്ട്രീയ നേതാവ് ഇപ്പോഴും ജയിലിൽ തന്നെ കിടക്കുകയാണെന്ന് ED തിരുവനന്തപുരം ജില്ലാ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ ശക്തമായ വാദങ്ങൾ അംഗീകരിച്ച കോടതി കേസിൽ ആരോപണ വിധേയരായ 7 CPM പ്രവർത്തകർക്ക് ജാമ്യം നൽകരുതെന്ന് ED ഉദ്യോഗസ്ഥർ, അതായത് EDയുടെ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ കോടതി അത് അംഗീകരിച്ചു. അങ്ങനെ 7 CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തത്. അവർക്ക് ജാമ്യം നൽകി പുറത്തിറങ്ങിയാൽ അവർ ഈ കേസുകളൊക്കെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഈ കേസുകളുടെ തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ അവർ വീണ്ടും ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് EDയുടെ അഭിഭാഷകൻ തന്നെ കോടതി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുൻ കൗൺസിലർ IP ബിനു ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾക്കും സംഘത്തിനും ഇതോടെ ഉടൻ ജയിലിൽ നിന്നും മോചിതനാകാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. 90 ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികളുടെ ജയിൽവാസം ഇനിയും നീളാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് 90 ദിവസത്തിനുള്ളിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ CBI അന്വേഷണം വേണമെന്ന ശക്തമായ ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ED പോയി കഴിഞ്ഞാൽ അത് SITക്ക്, അതായത് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ ഭാഗത്തിന് അത് വലിയൊരു തിരിച്ചടിയാകും, വലിയൊരു നാണക്കേടായി കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ശ്രീജിത്ത്, ദിനീത്, അമൽ, ഷൈജു സലീം, അനിൽകുമാർ, നിഷാദ് ദിനകർ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം ജില്ലാ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. കേസിൽ IB ബിനു ഉൾപ്പെടെയുള്ള 10 പ്രമുഖ പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ കോടതി തള്ളിയിരിക്കുകയാണ്. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രധാന പ്രതികൾക്കെല്ലാം ജാമ്യം നിഷേധിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. പ്രതികൾ കഴിഞ്ഞ 50 ദിവസത്തിലേറെയായി ജയിലിലാണെന്നും വധശ്രമം ഉൾപ്പെടെയുള്ള IPC വകുപ്പ് 307 അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയെങ്കിലും അത് തെളിയിക്കാനുള്ള വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം.